ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. റീഫോം പാർട്ടിയുടെ പിന്നിലെ ക്രിപ്റ്റോ കോടീശ്വരൻ. റീഫോം പാർട്ടിയുടെ പുതിയ പ്രധാന ഡോണർ ക്രിസ്റ്റഫർ ഹാർബോൺ തായ്ലൻഡിൽ നിന്നാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റിപ്പബ്ലിക്കൻ പോൾസ്റ്റേഴ്സ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നൈജൽ ഫാരജിനൊപ്പം ഹാർബോൺ പ്രത്യക്ഷപ്പെട്ടത് UK രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഫറാജിന്റെ ബ്രീക്സിറ്റ് പാർട്ടിക്ക് 2019 £10 മില്യൺ 2022 കൺസർവേറ്റീവ് പാർട്ടിക്കും ബോറിസ് ജോൺസന്റെ ഓഫീസിനും സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഹാർബോൺ. തായ്ലൻഡിൽ ചക്രിത് സകുൻക്രിറ്റ് എന്ന തായ് പേരിൽ താമസിക്കുന്ന ഹാർബോൺ ക്രിപ്റ്റോ കറൻസി രംഗത്തെ, പ്രത്യേകിച്ച് ടെതർ എന്ന സ്റ്റേബിൾ കോയിൻ കമ്പനിയിലെ പ്രധാന ഓഹരിയുടമയാണ്. കഴിഞ്ഞ വർഷം ടെതർ $13 ബില്യൺ ലാഭം നേടിയെന്നും അതിൽ ഏകദേശം 12% ഓഹരി ഹാർബോണിനാണെന്നും പറയപ്പെടുന്നു. ഹാർബോണിന്റെ സംഭാവനകളിലൂടെ റീഫോം പാർട്ടിക്ക് £9 മില്യൺ ലഭിച്ചതായി നൈജൽ ഫാരേജ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ 21ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ബ്രെക്സിറ്റിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെന്നുമുള്ള താൽപ്പര്യമാണ് ഹാർബോണിന് രാഷ്ട്രീയത്തിൽ സംഭാവന നൽകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഫാരേജ് കൂട്ടിച്ചേർത്തു. എങ്കിലും ടെതർ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ കള്ളപ്പണ ഇടപാടുകൾക്ക് ഉപയോഗിക്കപ്പെടുന്നതായി ലോകമെമ്പാടും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഹാർബോണിന്റെ അഭിഭാഷകർ നിഷേധിച്ചിട്ടുണ്ട്. ഡർബിയിൽ വിസ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സംശയത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. 200-ൽ അധികം വീടുകൾ ഒഴിപ്പിച്ചു. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡർബിയിൽ 200-ൽ അധികം വീടുകൾ ഒഴിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ ഡർബിയിൽ വോൾക്കൻ എന്ന സ്ഥലത്താണ് സംഭവം. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. ഇതേ തുടർന്ന് 40കളിലും 50കളിലും പ്രായമുള്ള 2 പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസ് അല്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രദേശത്ത് അപകടകരമായ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് സൈനിക വിഭാഗം ഇവ പ്രവർത്തനരഹിതമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഏതു നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒരു വലിയ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസ് അവരെ ഒരുപ്പിക്കുകയായിരുന്നു. താമസിയാതെ തന്നെ വീടുകളിൽ തിരിച്ചെത്താൻ കഴിയുമെങ്കിലും 24 മണിക്കൂർ വരെ എവിടെയെങ്കിലും താമസിക്കേണ്ടി വരാമെന്നും വളർത്തുമൃഗങ്ങളോ മരുന്നുകളോ ആവശ്യമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. UK-യിലെ പുതിയ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനം കുടിയേറ്റക്കാരിൽ ആശങ്കയുണ്ടാക്കുന്നു. UK-യിലെ പുതിയ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനം കുടിയേറ്റക്കാരിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നതായി പുതിയ റിപ്പോർട്ട്. 2018-ൽ തെരേസ മേയുടെ കാലഘട്ടത്തിൽ എമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ആരംഭിച്ച ഈ സംവിധാനം പ്രകാരം UK-യിൽ പ്രവേശിക്കുന്നതോ താമസിക്കുന്നതോ ആയ മിക്ക കുടിയേറ്റക്കാരും തങ്ങളുടെ അവകാശങ്ങൾ തെളിയിക്കാൻ ഈ വിസ നേടേണ്ടതുണ്ട്. വാർവിക് സർവകലാശാലയും മൈഗ്രന്റ് വോയ്സും ചേർന്ന് നടത്തിയ പഠനത്തിൽ പല കുടിയേറ്റക്കാരും സമയപരിധിക്കുള്ളിൽ അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഡിജിറ്റലാക്കുന്നതിൽ വലിയ സമ്മർദ്ദം നേരിടുന്നതായി കണ്ടെത്തി. സിസ്റ്റം വിശ്വസനീയമല്ലാത്തതിനാൽ തങ്ങളുടെ നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടുമോ എന്ന് പലരും ഭയപ്പെടുന്നു. തെറ്റായ വിവരങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന സമയപരിധികൾ, സാങ്കേതിക തകരാറുകൾ എന്നിവ കാരണം ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും പഠിക്കാനും പൊതുസേവനങ്ങൾ നേടാനും അവർക്ക് തടസ്സങ്ങളുണ്ടായി. ഭാഷാപരമായ തടസ്സങ്ങളുള്ളവർക്കും ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞവർക്കും ഈ സംവിധാനം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വിൻഡേഴ്സ് ജനറേഷന് സംഭവിച്ച സംഭവം ഓർമ്മയിൽ നിർത്തുന്നതിനാൽ സർക്കാരിന്റെ ഡിജിറ്റൽ രേഖകളിൽ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ റിപ്പോർട്ട് ബദൽ സംവിധാനങ്ങളില്ലാതെ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിർബന്ധമാക്കുമ്പോൾ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി. UK-യിൽ കുട്ടികളടക്കം അഭയാർത്ഥികളെ നാടുകടത്താൻ തീരുമാനം. UK-യിൽ ജനിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ള അഭയാർത്ഥി കുടുംബങ്ങളെ നാടുകടത്തുമെന്ന് ഹോം ഓഫീസ് മന്ത്രി ആലക്സ് നോറിസ് അറിയിച്ചു. നിയമപരമായി താമസിക്കാൻ അർഹതയില്ലാത്തവരെ തിരികെ അയക്കുമെന്നും
ഇതിനായി വിദേശ കുറ്റവാളികൾക്കും അഭയാർത്ഥികൾക്കും സ്വയം നാടുകടക്കാൻ പ്രോത്സാഹനമായി 10,000 പൗണ്ട് വരെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ചാറ്റ് ബോട്ടുകൾക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും അവ ധാരാളം തെറ്റായ വിവരങ്ങൾ നൽകുന്നുവെന്ന് സർക്കാർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. വിവരസാന്ദ്രതയുള്ളതും വസ്തുതകൾ നിരത്തുന്നതുമായ AI പ്രതികരണങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും അവയുടെ കൃത്യത കുറവാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു. പെട്രോൾ പമ്പിൽ തീപിടുത്തം, ഒരാൾ അറസ്റ്റിൽ. ഹാംഷെയറിലെ ലിയോൺ ദ സോളന്റിലെ ബ്രൂംവേയിലുള്ള പെട്രോൾ പമ്പിൽ വ്യാഴാഴ്ച രാവിലെ ഏകദേശം 11:12 ആയപ്പോൾ ഉണ്ടായ തീപിടുത്തത്തിൽ 1-ൽ കൂടുതൽ കാറുകളും ഇന്ധന പമ്പ് യൂണിറ്റുകളും കത്തിനശിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തീപിടുത്തത്തിന് മുൻപ് ഒരു വ്യക്തിയെ കൊടാലിയുമായി കാണപ്പെട്ടതായി പോലീസ് അറിയിച്ചു. തുടർന്ന് തീ പെട്ടെന്ന് പടർന്നതോടെ പമ്പിലുണ്ടായിരുന്നവർ സുരക്ഷയ്ക്കായി ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അപകടത്തിൽ പൊള്ളലേറ്റ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ തന്നെ ആയിരിക്കാം കാരണക്കാരൻ എന്ന് പോലീസ് സംശയിക്കുന്നു. ഫയർഫോഴ്സ് തീ അണക്കുകയും മറ്റ് പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. ലണ്ടനിൽ ഷാരൂഖ് ഖാൻ കജോൾ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ലണ്ടനിലെ ലെസ്റ്റർ സ്ക്വയറിൽ ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും കജോളും അടങ്ങുന്ന പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇന്ത്യൻ ബോളിവുഡ് സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയുടെ 30 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംഭവം. 1995 വർഷത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം യൂറോപ്പിലും ഇന്ത്യയിലുമായി ആമിരുന്നു ചിത്രീകരിച്ചത്. രാജ് സിമ്രാൻ പ്രണയകഥയാണ് ഇതിൽ പറയുന്നത്. ലെസ്റ്റർ സ്ക്വയറിൽ ഇതിനോടകം തന്നെ ബ്രിഡ്ജറ്റ് ജോൺസ്, ഹാരി പോട്ടർ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പ്രതിമകളുണ്ട്. നിയമവിരുദ്ധമായി ജോലി ചെയ്ത 60 ഡെലിവറി റൈഡർമാർ നാടുകടത്തപ്പെടും. യുകെയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്ത 60 ടേക്ക് എവേ ഡെലിവറി റൈഡർമാരെ നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ നവംബറിൽ രാജ്യത്തുടനീളം നടത്തിയ റെയ്ഡുകളിൽ അറസ്റ്റിലായ 171 റൈഡർമാരിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ഗിഗ് ഇക്കോണമി മേഖലയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത്. ഭക്ഷണ വിതരണ കമ്പനികളുമായി ബന്ധപ്പെട്ട് വ്യാജ ID ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെ തടയാൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം പോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർ പിടിയിലാകുമെന്നും നാടുകടത്തപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷോലിയോൾ, ന്യൂഹാം, നോർവിച്ച് എന്നിവിടങ്ങളിൽ നിന്നായി ചൈനീസ്, ബംഗ്ലാദേശ്, ഇന്ത്യൻ പൗരന്മാരായ റൈഡർമാരെ പിടികൂടിയതായി ഹോം ഓഫീസ് അറിയിച്ചു. ഇതോടുകൂടി ഈ വാർത്ത എവിടെ അവസാനിക്കുന്നു? ഇതുപോലുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.